ഞാനിവിടെ 2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പിന്നെ ഞാൻ എന്താ ചവ്വരി അല്ലെങ്കിൽ സാബൂനരി അത് നമുക്കൊന്ന് കുതിരാനും വെക്കാം കേട്ടോ. ഞാൻ വലിയ ടൈപ്പ് അടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 2 പാക്ക് അടയും കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ആ ടൈമിൽ ഞാൻ ശർക്കരയും കൂടി ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടയും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു 2-3 തവണ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതുപോലത്തെ ഓട്ടപാത്രത്തിലിട്ട് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച അട ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുതിർത്താൻ വെച്ച നമ്മളെ ചവ്വരി അല്ലെങ്കിൽ സാബൂനരി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ സാബൂനരി വെന്തിട്ടില്ല, അപ്പോൾ അത് ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവണം കേട്ടോ. ആ ടൈം നമുക്കൊരു ഇച്ചിരി നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കുന്ന ടൈമിൽ നമുക്കൊരു ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് മധുരത്തിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പും കൂടി വേണമല്ലോ. നമ്മൾ ശർക്കരയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, എന്നാലൊരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ അടയും അതുപോലെ ചവ്വരിയൊക്കെ കൂടി ശർക്കരയൊക്കെ ഇടുന്ന നല്ലോണം ഒന്ന് വെന്ത് വരണം. അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഒരുപാട് വെള്ളം പോലെ തോന്നും, പക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലോണം കുറുകി വരും കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ചവ്വരിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ പായസം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.